بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما. إذا أنت لم ترحل بزاد من التقى ولاقيت بعد الموت من قد تزودا ندمت على أن لا تكون بمثله وأنك لم ترصد كما كان أرصدا. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വലമ്പൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന സദസ്സിൻ്റെ വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ വിലയേറിയ നിമിഷങ്ങളെയും സമയങ്ങളെയും അവന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ സ്വർഗം ലഭ്യമായി തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ ദോഷങ്ങളും ഈ മഹത്തായ വേദി വിട്ട് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കെല്ലാം പുറത്തു തരികയും
നമ്മയെല്ലാം അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമില്ലാതെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോക സമൂഹത്തിന് വെളിച്ചം പകർന്ന മതമാണ് അല്ലാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം. ഈ ലോകത്തേക്ക് മനുഷ്യവാസം ആരംഭിച്ചത് നമ്മുടെയെല്ലാം മാതാപിതാക്കളായ ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഈ ഭൂമിയിൽ വാസം തുടങ്ങിയ കാലഘട്ടം മുതൽക്കാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രാഥമിക പാഠങ്ങളെങ്കിലും അറിയുന്ന ഒരാളോടും വിശദീകരിക്കേണ്ടതില്ല. ഈ ഭൂമിയിലേക്ക് ആ മഹാന്മാർ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ, അവരെ ഇങ്ങോട്ട് അയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അവരോട് പറഞ്ഞിരുന്നു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണിത്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അവരോട്, ആദിമ മനുഷ്യനോട്, ആദിമ സ്ത്രീയോട് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം വന്നുകൊണ്ടിരിക്കും എന്നാണ്. എന്നിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാർഗദർശനങ്ങളെ ആര് പിൻപറ്റുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കുകയില്ല എന്നും തുടർന്നുകൊണ്ട് അല്ലാഹു അറിയിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ എന്റെ മാർഗദർശനങ്ങൾ ലഭ്യമായതിന്റെ ശേഷവും അതിനെ നിഷേധിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം നരകവാസികളായിരിക്കും, അവർ അതിൽ നിത്യവാസികളുമായിരിക്കും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. ഇവിടെ സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മുടെയൊക്കെ ബാധ്യത എന്താണ്? അല്ലാഹുവിങ്കൽ നിന്ന് സന്മാർഗം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണല്ലോ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അതിന് അല്ലാഹുവിന് ചില രീതികളുണ്ട്. അല്ലാഹു അവന്റെ മനുഷ്യരിൽ നിന്ന് അവൻ ചില റസൂലുകളെ, പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നു. അവർക്കവൻ വഹീ നൽകുന്നു. അതുപോലെ തന്നെ അവർക്ക് ദൈവികമായ നിയമങ്ങൾ അടങ്ങുന്ന വേദഗ്രന്ഥങ്ങൾ നൽകുന്നു. ആ നിലക്ക് പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാനായിരിക്കും ഹിദായത്തിന്റെ മാർഗദർശനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാനുള്ള ഉറവിടം ഞാനാണ്. എന്നിൽ നിന്നാണ് വരിക. എന്നിൽ നിന്ന് വരുന്നതേ സ്വീകരിക്കാവൂ. അതിനെ പിൻപറ്റുന്നവർക്കാണ് രക്ഷ, അതിനെ നിഷേധിക്കുന്നവർക്കാണ് ശിക്ഷ. നാം സാധാരണ പറയാറുണ്ട്, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ നമ്മൾ മൂന്നായി പലപ്പോഴും വിഭജിച്ച് പറയാറുണ്ട്. ഒന്ന്, ഏകനായ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന തൗഹീദാണ്. മറ്റൊന്ന്, ആ തൗഹീദ് ഈ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്ന മഹത്തുക്കളായ പ്രവാചകന്മാരുടെ റിസാലത്താണ്. ആ പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവർക്ക്, അവരെ പഠിപ്പിച്ച കാര്യങ്ങളോട് യോജിപ്പില്ലാത്തവർക്ക് മുസ്ലിമായി ജീവിക്കാനാവില്ല. മൂന്നാമതായി, ഈ തൗഹീദും ഈ റിസാലത്തും അംഗീകരിച്ചനുഷ്ഠിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന് ആഖിറത്തിൽ ഏറ്റവും നല്ല നിലക്കുള്ള രക്ഷയുടെ സങ്കേതമായ സ്വർഗമുണ്ട്. ഇതിനെ നിരാകരിക്കുന്നവർക്ക്
ഏറ്റവും കടുത്ത ശിക്ഷയുടെ പാതാള ലോകമായ നരകമുണ്ട്. ഇങ്ങനെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിങ്ങനെ വളരെ പ്രാധാന്യപൂർവം നമ്മളെല്ലാവരും ചെറുപ്പകാലം മുതൽക്കേ പ്രാഥമിക വിദ്യ നേടുന്ന സന്ദർഭങ്ങളിൽ തന്നെ നമ്മളൊക്കെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുള്ള യാഥാർത്ഥ്യമാണ്. ഈ മഹത്തായ ദർശനങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നിരന്തരം വന്നപ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ട് മഹത്തുക്കളായ കുറെ ആളുകൾ ജീവിച്ച് മരിച്ച് കടന്നുപോയി. അതിനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും വ്യാജമാക്കുകയും ചെയ്തുകൊണ്ട് ഒട്ടേറെ നിഷേധികളും കടന്നുപോയി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, അതുപോലെ തന്നെ ഈ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ട് ദീനാണെന്ന് കേട്ടാൽ അത് മുഴുവനും അംഗീകരിക്കുകയും സത്യസന്ധമായി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സിദ്ദീഖുകൾ എന്ന് പേരിട്ടപ്പെടുന്ന സത്യസന്ധന്മാരായ മഹാന്മാർ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടുവാനും ത്യാഗം സഹിക്കുവാനും രക്തവും ധനവും നൽകിക്കൊണ്ട് കടന്നുപോയ മഹാന്മാരായ ശുഹദാക്കൾ, അതുപോലെ തന്നെ ഈ ദീനിന്റെ നിയമാവലികളെ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ സൽപ്രവർത്തനങ്ങളുടെ പ്രത്യേകമായ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുക്കി നിർത്തിയ മഹാരഥന്മാരായ സച്ചരിതരായ സാലിഹീങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാർ, ഇവരാണ് രക്ഷപ്പെടുന്ന ആളുകൾ. ഈ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂടെ സ്വർഗത്തിലെത്തലാണ് മുസ്ലിമിന്റെ ആഗ്രഹം. പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ രക്ഷാസങ്കേതമായ സ്വർഗത്തിലെത്തലാണ് വിശ്വാസിയുടെ ആഗ്രഹം. അതിന് വേണ്ടതെന്താണെന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച വചനം അതാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ ദാലികൽ ഫദ്ലു മിനല്ലാഹ് വകഫാ ബില്ലാഹി അലീമാ. ആര് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അല്ലാഹു അവന്റെ പ്രവാചകരിലൂടെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ പ്രവാചകന്മാരുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും സ്വർഗത്തിൽ. സ്വർഗത്തിൽ അവർ എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു മഹത്തായ രൂപത്തിലുള്ള പ്രത്യേകമായ പദവിയിലെത്തുക എന്നത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ഫദ്ലാണ്. വകഫാ ബില്ലാഹി അലീമാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ വിഷയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് യഥാർത്ഥമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഞങ്ങളാണെന്ന് ലോകത്ത് പലരും ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും പറയുന്നു ഞങ്ങളാണ് ഒറിജിനൽ മുസ്ലിമീങ്ങൾ, ഇതാ ഞങ്ങളുടെ കയ്യിലാണ് ഇസ്ലാമുള്ളത്, ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ, ഞങ്ങളാണ് ഇസ്ലാമിനെ സമ്പൂർണമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നവർ എന്നൊക്കെ പലരും അവകാശവാദം ഉന്നയിക്കുകയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു മനുഷ്യനും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അവരൊക്കെ അതിന്റെ ആളുകളാകും എന്നതിനർത്ഥമില്ല. അവകാശവാദക്കാരൊക്കെ അതിന്റെ ആളുകളായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആയിത്തീരുകയാണെങ്കിൽ യഹൂദികളായിരിക്കും സ്വർഗത്തിൽ കയറുന്ന കക്ഷി, നസറാനികളായിരിക്കും സ്വർഗത്തിലെത്തുന്ന കക്ഷി. കാരണം അവരൊക്കെ ഞങ്ങളാണ് സത്യത്തിന്റെ വക്താക്കൾ എന്ന് അവകാശവാദം ഉന്നയിച്ചവരാണ്. യഹൂദികളും നസറാനികളും ഒരുപോലെ പറഞ്ഞു. യഹൂദികൾ പറഞ്ഞു, നസറാനികളും പറഞ്ഞു. എന്താ പറഞ്ഞത്? ലൻ യദ്ഖുലൽ ജന്ന ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും
ഇൻ കുൻതും സാദിഖീൻ. യഹൂദികളുടെയും നസ്രാനികളുടെയും അവകാശവാദം എന്തായിരുന്നു? ലൈ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതേയല്ല ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, യഹൂദിയോ നസ്രാനിയോ ആയാലല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്നാണ് യഹൂദിയും അവകാശപ്പെട്ടത്, നസ്രാനിയും അവകാശപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു, അതവരുടെ വ്യാമോഹം മാത്രമാണ്, അതവരുടെ വെറും പൂതി മാത്രമാണ്. കൊണ്ടുവാടോ, തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവാ. നിങ്ങളാണ് സ്വർഗത്തിന്റെ ആളുകളെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ കൊണ്ടുവരൂ പ്രമാണങ്ങൾ, നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ റബ്ബുൽ ആലമീൻ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ യഹൂദികൾ അവകാശപ്പെട്ടു, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ഞങ്ങൾ അല്ലാഹുവിന്റെ ആൺമക്കളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ പുത്രന്മാരാണ്, അവന്റെ സ്നേഹജനങ്ങളാണ്, അവന്റെ ഏറ്റവും ഇഷ്ടക്കാരാണ്. ഞങ്ങൾ നരകത്തിയിൽ പ്രവേശിക്കുകയില്ല. ഇനി അഥവാ ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ തന്നെ ലൻ തമസ്സനന്നാർ ഇല്ലാ അയ്യാമം മഅദൂദാ, എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കുകയില്ല. ഒരല്പ ദിവസങ്ങളൊക്കെ ഞങ്ങളെ നരകത്തിൽ സ്പർശിച്ചുവെന്ന് വരാം, എന്നാൽ ഉടനെ തന്നെ ഞങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തിക്കളയും. ഇങ്ങനെ സ്വർഗത്തിന്റെ കക്ഷികൾ ഞങ്ങളാണ്, നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേ അല്ല, ഇനി സ്പർശിക്കുകയാണെങ്കിൽ തന്നെ അല്പസമയങ്ങളിലേക്ക് മാത്രമായിരിക്കും എന്നെല്ലാം അവകാശവാദം ഉന്നയിച്ച യഹൂദി, ആ അവകാശവാദം പറഞ്ഞ നസറാനി സ്വർഗക്കാരനാകുമോ, രക്ഷയുടെ വിഭാഗമാകുമോ? ഒരിക്കലും അല്ല. കേവലം കള്ള അവകാശവാദങ്ങളായിരുന്നു അവരുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അറബ് നാട്ടിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, കാഫിറുകൾ പരിശുദ്ധ കഅബാലയത്തിന്റെ അകത്തുപോലും നൂറുകണക്കിന് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തി, ആരാധനകൾ നടത്തി, ബലികൾ കൊടുത്ത് പ്രത്യേകമായ നിലക്കുള്ള ആരാധനാശീലങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അറേബ്യൻ ജനത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റേതും അടക്കമുള്ള വിഗ്രഹങ്ങൾ പരിശുദ്ധ കഅബക്കകത്ത് നാട്ടിവെച്ച അതേ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അവകാശവാദം പറഞ്ഞു. എന്താ അവർ അവകാശപ്പെട്ടത്? ഞങ്ങളാണ് ഇബ്രാഹിമി സരണിയുടെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മാർഗത്തിന്റെ പിന്തുടർച്ചക്കാർ എന്ന അവകാശവാദം ഉന്നയിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ അവർക്ക് ശക്തമായ മറുപടി നൽകുകയാണ് ചെയ്തത്. നിങ്ങൾക്കതിന് യോഗ്യതയില്ല. കാരണം എന്താ? ആ ഏതൊരു വിഭാഗത്തെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുവോ ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാതയിൽ നിന്നവർ ബഹുദൂരം അകലെയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പാതയിൽ നിന്നവർ ബഹുദൂരം അകലെയാണ്. പിന്നെ നിങ്ങൾക്കെങ്ങനെ ഈ അവകാശവാദം ഉന്നയിക്കാൻ നിവൃത്തിയുണ്ട്, നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ഖുർആൻ വളരെ വ്യക്തമായ നിലയ്ക്ക് തന്നെ അവരോട് ചോദിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നുമുണ്ട് അവകാശവാദത്തിന്റെ ആളുകൾ. യഥാർത്ഥത്തിൽ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഒരു കൈയിൽ ഖുർആൻ എടുത്ത് മറുകൈയിൽ സുന്നത്തും എടുത്ത് ഖുർആൻ മാത്രം നോക്കിയിട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഹദീസിൽ എന്താണ് അവനവന് കണ്ടതെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കലാണോ? ഈ പരിശുദ്ധമായ ഗ്രന്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകൾ, ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു താവഴിയുണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യം ഓതിക്കേട്ട ഒരു സമൂഹമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ആദ്യമായി കേട്ട ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. ആ സ്വഹാബത്താണ് ഇസ്ലാമിന്റെ ആദ്യകാല സമൂഹം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരുപാട് കക്ഷികളും ഉപകക്ഷികളും വകുപ്പുകളും ഉപവകുപ്പുകളുമൊക്കെയായി മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികൾ തിരിയുമ്പോൾ എല്ലാ കക്ഷികളും നരകത്തിയിലേക്കാണ് പോകുന്നത്, ഒരു കക്ഷി ഒഴികെ എന്ന് പറയുകയും ആ കക്ഷിയുടെ ഗുണത്തെ പറ്റി നബി തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത്, മാ അന അലൈഹിൽ യൗമ വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഇന്ന് നിലകൊണ്ടിട്ടുള്ള വിശ്വാസ ആദർശ കാര്യങ്ങളിൽ ഞാനും സ്വഹാബത്തും നിലകൊണ്ട യഥാർത്ഥമായ പാതയിൽ ആരാണോ നിലകൊള്ളുന്നതെങ്കിൽ
അതാണ് ഇസ്ലാം. അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷാവിഭാഗത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം. രക്ഷപ്പെടുന്ന കക്ഷികളൊക്കെയും നബി തങ്ങളെ മുഴുവനായും അംഗീകരിക്കും, സഹാബത്തിനെ മുഴുവനായും അവർ ബഹുമാനിക്കും, ആദരിക്കും. രക്ഷപ്പെടുന്ന കക്ഷികളുടെ പ്രധാനപ്പെട്ട ഗുണമാ പറയുന്നത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ നിലക്കും അവർ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. രക്ഷപ്പെട്ട വിഭാഗത്തിനുള്ള ഏറ്റവും വലിയ ഗുണം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഒന്നിനെപ്പോലും പരിഹസിക്കുകയോ ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ പരിപൂർണമായും അവർ ഉൾക്കൊള്ളും. രണ്ടാമത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് കേൾക്കാൻ ആദ്യമായി അവസരം കിട്ടിയ മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ സ്വഹാബാ കിറാമിനെ അവർ എല്ലാവരെയും അവർ ബഹുമാനിക്കും, ആദരിക്കും, സ്നേഹിക്കും. അവരിൽ ഒരാളെ പോലും ചീത്ത പറയുകയില്ല. അവരെ ഒരു നിലക്കുമുള്ള വിമർശനങ്ങൾക്ക് അവരെ ഉപയോഗിക്കുകയില്ല. ഇതാണ് രണ്ടാമത്തെ ഗുണം. ഇതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും എന്നാണല്ലോ പറഞ്ഞത്. അതേ, ആ പാതയിൽ തന്നെ മുന്നോട്ട് പോകലാണ് ഇസ്ലാം. ഈ മാനദണ്ഡത്തിൽ നിന്ന് ആരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ, ഈ മാനദണ്ഡത്തോട് ആർക്കെങ്കിലും വിമുഖത തോന്നിയിട്ടുണ്ടോ, ഞാൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അതേ അവിടുത്തെ സ്വഹാബത്തിനോട് ആർക്കെങ്കിലും വൈമുഖ്യവും വെറുപ്പും നീരസവും അതുപോലെ തന്നെ വിദ്വേഷവും തോന്നിയിട്ടുണ്ടോ, അവന് ഈ ഇസ്ലാമികമായ വൃത്തത്തിൽ ശരിയായ നിലക്കുള്ള സ്ഥാനമില്ല. അവന് ഇസ്ലാമികമായ നിലക്കുള്ള രക്ഷയുടെ വകുപ്പിലേക്ക് അവൻ ഒരിക്കലും എത്താനാവില്ല. മറിച്ചവൻ പഴച്ച് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കക്ഷികളുടെ കൂട്ടത്തിലേക്കാണ് നീങ്ങിപ്പോവുക. ഈ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്റെ പ്രസംഗം തീരുവോളം എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഈ മാനദണ്ഡത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ, അവരിൽ ആദ്യമായി തന്നെ സംഭവിച്ച വ്യതിയാനം എന്താണ്? അതേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ സത്യസാക്ഷ്യ വചനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പറ്റിയ അബദ്ധം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മനസ്സിലാക്കിയതുപോലെ ഷഹാദത്ത് കലിമകൾ മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം കിട്ടിയില്ല. അവര് വേറെ ഏതൊക്കെയോ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവര് ചില ആശയങ്ങൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അവക്കൊപ്പിച്ചുകൊണ്ട് പ്രമാണങ്ങൾ തെരഞ്ഞു. പ്രമാണങ്ങൾ തെരഞ്ഞു കിട്ടാതായപ്പോൾ ഉള്ള പ്രമാണങ്ങളെ വക്രീകരിക്കാൻ നോക്കി, അവയെ ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ നോക്കി. പല രൂപത്തിലും പ്രമാണങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന പലതും പുറത്തുനിന്ന് അകത്തോട്ട് കൊണ്ടുവരാനും അവർ ശ്രമം നടത്തി. ഇങ്ങനെ ഉള്ളതിനെ പലതിനെയും ദുർവ്യാഖ്യാനിച്ചും വെട്ടിമാറ്റിയും ഇല്ലാത്ത പലതിനെയും ഇതിന്റെ വൃത്തത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടും വ്യതിയാനത്തിന്റെ കക്ഷികൾ, പഴച്ചുപോയ കക്ഷികൾ ശ്രമം നടത്തിയപ്പോൾ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ ഈ കക്ഷികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമങ്ങ് പ്രഖ്യാപിച്ചു. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, ആ വെളിച്ചത്തിൽ നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ, അതേ തൗഹീദിൽ നിന്ന് പഴച്ചുപോയ കക്ഷികൾ അവർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതുപോലെ, സ്വഹാബത്ത് പഠിപ്പിച്ചതുപോലെ ആ മാർഗത്തിലല്ല അവരുള്ളത്. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അവനോടൊപ്പം നിങ്ങൾ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവരിൽ ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുന്നതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ പ്രഖ്യാപിച്ചു. സ്വഹാബത്തിന് അത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. പ്രവാചക ജീവിതം അങ്ങനെ തന്നെ മാതൃകാപൂർണമായി കാഴ്ചവെച്ചു. സഹാബിമാര് മുഴുവനും അതിനെ അങ്ങ് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായ ഒരു ശക്തിയെയും അവര് കണ്ടില്ല. പടച്ച റബ്ബല്ലാതെ ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബിമാരോ പ്രാർത്ഥിച്ചില്ല. നേർച്ച വഴിപാടുകൾ റബ്ബല്ലാത്തവരിലേക്ക് അവർ തിരിച്ചു വിട്ടില്ല. റബ്ബല്ലാത്തവരുടെ പേരിൽ അവർ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞില്ല. റബ്ബിന് വേണ്ടിയല്ലാതെ അവർ ബലിയർപ്പണങ്ങൾ നടത്തിയില്ല. റബ്ബിന് വേണ്ടിയല്ലാതെ അവർ സുജൂദ് ചെയ്തില്ല. റബ്ബിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ ചുറ്റുമല്ലാതെ അവർ തവാഫ് നടത്തിയില്ല. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് സമൂഹത്തോട് പറഞ്ഞു. റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്താണ് കാരണം? അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാആ. അല്ലാഹയാണ് നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നത്. അല്ലാഹയാണ് നിങ്ങൾക്ക് ഭൂമിയെ നിവാസയോഗ്യമാക്കി തന്നത്. ആകാശത്തെ ഒരെടുപ്പെന്ന നിലക്ക് എടുത്തു തന്നത്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. നിങ്ങൾക്ക് രൂപം നൽകിയതും നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കിയതും അവൻ മാത്രമാണ്. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. നല്ല നല്ല വസ്തുക്കളിൽ നിങ്ങൾക്ക് വിഭവങ്ങളായി നൽകിയതും അവൻ മാത്രമാണ്. അതുകൊണ്ട് ദാലിക്കുമുല്ലാഹ്, അവനത്രേ അല്ലാഹു, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവനത്രേ. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ ഹുവൽ ഹയ്യു. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാഹു. അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല. ആയതിനാൽ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കത്തെ മുഴുവനും അവനിലേക്ക് നിഷ്കളങ്കമായി തിരിച്ചു വിട്ടുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബ് അത് കൃത്യമായി തന്നെ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും കേൾക്കാറുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും നമുക്ക് വേണ്ട എല്ലാ രൂപത്തിലും സംവിധാനിച്ച് സൃഷ്ടിച്ചു പരിപാലിച്ച് തന്നിട്ടുള്ളവൻ റബ്ബല്ലാതെ ആരുമില്ല എന്ന് ഇവിടുത്തെ മനുഷ്യരായി പിറന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഒരു മതത്തിനും അക്കാര്യത്തിൽ തർക്കമില്ല. ആകാശഭൂമികളുടെയും മറ്റെല്ലാത്തിന്റെയും സൃഷ്ടിപ്പ് അവൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അവനാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. ഈ ഒരു കൃത്യമായ തൗഹീദിന്റെ സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന സന്ദേശം, സഹാബിമാര് ഉൾക്കൊണ്ട സന്ദേശം, ആ സന്ദേശം അവർ ഉൾക്കൊണ്ട് നല്ല ഒരു കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ ഈ യഥാർത്ഥമായ പാതയിൽ നിന്ന് സമുദായം പിറകോട്ട് പോയി. ഞങ്ങളാണ് നബി തങ്ങളുടെ ആളുകളെന്നും ഞങ്ങളാണ് സ്വഹാബത്തിന്റെ പിന്തുടർച്ചക്കാരെന്നും അവകാശവാദം ഉന്നയിച്ചിരുന്ന കക്ഷികൾ തന്നെ നബി തങ്ങളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്തത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ റബ്ബിന്റെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ചാർത്തിക്കൊടുത്തു. റബ്ബാണല്ലോ എല്ലായിടത്തും, അതേ എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. അവനാണല്ലോ എല്ലാം കേൾക്കുന്നവൻ. അവനാണല്ലോ എല്ലാം അറിയുന്നവൻ. അവനാണല്ലോ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. അതേ ഗുണവിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടെന്ന് വാദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിറാണ്, നാദിറാണ്. എന്താണ് ഹാദിർ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും കൂടെയുണ്ട് പോലും. അള്ളാന്റെ റസൂല് നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട് പോലും. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട് പോലും, കേൾക്കുന്നുണ്ട് പോലും. എല്ലാത്തിനും അവിടുന്ന് സാക്ഷിയാണ് പോലും. അവിടുന്ന് എല്ലാ സ്ഥലത്തും ഹാദിറാണെന്ന് പറഞ്ഞാൽ അതാണ് അവർ വിവരിച്ചത്. ഇനി അവിടുന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാദിറാണ്. നബിതങ്ങൾ ഹാദിറുമാണ്, നാദിറുമാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട്
എല്ലാവരുടെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന ഏറ്റവും പഴച്ച വിശ്വാസത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ സമൂഹത്തിൽ നിന്ന് ഒരു ഈ ഭാഗത്തെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. അതിനൊരുപാട് അപകടങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിരന്തരമായി വിളിച്ചു പ്രാർത്ഥിച്ചട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് നഗറുകളുണ്ടായി. നബിയെ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങൾ ഇവിടെ തടിച്ചുകൂടി അങ്ങയോട് പറയുന്ന സങ്കടം കേൾക്കുന്നില്ലേ തങ്ങളെ? ഞങ്ങളുടെ മനസ്സിലെ വിചാരവികാരങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ തങ്ങളെ നിങ്ങൾ അറിയുന്നില്ലേ? ഞങ്ങളുടെ മുഴുവൻ ഹാജത്തുകളും വീട്ടിത്തരണേ തങ്ങളെ എന്നിങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവാചകന്റെ സ്ഥാനത്തിന്റെ താഴെയുള്ള ആളുകളോടും നിർബാധം വിളിച്ചു പ്രാർത്ഥന തുടങ്ങി. അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടും ശുഹദാക്കളോടും സിദ്ദീഖീങ്ങളോടും സാലിഹീങ്ങളോടും ഇവരോടെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരൊക്കെ അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥാനങ്ങളെ കെട്ടി ഉയർത്താൻ തുടങ്ങി. ഖബറുകൾ കെട്ടിപ്പടുക്കാനും കുമ്മായമിടാനും പെയിന്റടിക്കാനും അതിന്മേൽ തുണി കൊണ്ട് മൂടുവാനും അവിടെ ആദരിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തുവാനും അതിന്മേൽ മുത്തുവാനും തടവുവാനും അവിടേക്ക് നേർച്ചകൾ സമർപ്പിക്കുവാനും അതിന്റെ ചുറ്റും കഅബ തവാഫ് ചെയ്യും പോലെ തവാഫ് ചെയ്യുവാനും അതുപോലെ തന്നെ അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് കരയുവാനും തുടങ്ങി. ഈ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ മുൻഗാമികളുടെ പാത വിട്ട് ഈ കക്ഷികൾ നീങ്ങിപ്പോയി. ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിന്റെ മുമ്പാകെ അവർ കൊണ്ടുവന്നു. ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണത്രേ ചില മഹാന്മാരായ ആളുകൾ. അല്ലാഹുവിന് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കാണാനാവാത്ത ചില അദൃശ്യ പുരുഷന്മാരാണ് പോലും. റിജാലുൽ ഗൈബ് എന്നാണ് അവർ അറബിയിൽ അതിന് പേരിട്ടത്. നമുക്ക് കാണാനാവാത്ത ചില പുരുഷന്മാര്, ചില അദൃശ്യ ശക്തികളാണത്രേ ലോകം കൺട്രോൾ ചെയ്യുന്നത്. ആ മഹാന്മാരാണത്രേ മഴ പെയ്യിപ്പിക്കുന്നത്. ആ മഹാന്മാരാണത്രേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അതേ ഓരോ സന്ദർഭങ്ങളിലും റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നമ്മുടെ ആവശ്യങ്ങളും വേവലാദികളും ആവലാദികളും ഉളൂ അടുത്തുകൊണ്ട് ഈ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞ് അവരോട് സങ്കടം പറഞ്ഞ് അവരാണ് എല്ലാം നിയന്ത്രിച്ച് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നത് എന്ന അന്ധവിശ്വാസം നബിതങ്ങൾ പഠിപ്പിച്ചതാണോ സഹാബത്ത് പഠിപ്പിച്ചതാണോ? ഒരിക്കലുമല്ലല്ലോ. ആ പാതയിൽ നിന്ന് പരിപൂർണമായി ഈ കൂട്ടരങ്ങ് വ്യതിചലിച്ചു പോയി. തീർന്നില്ല. മഹാന്മാരെ കുറിച്ച് ഒട്ടേറെ സങ്കല്പങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു. ഔലിയാക്കളെന്ന് പറയുന്നത് അവർക്ക് ഹറാമുകളില്ല ഹലാലുകളില്ല എന്ന് സാധാരണക്കാരന് തോന്നിക്കുന്ന നിലക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. അതേ, സ്വർണം പുരുഷന് ധരിക്കൽ ഹറാമാണല്ലോ. എന്നാൽ മമ്പുറത്തെ തങ്ങൾ പാപ്പ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു എന്ന് മമ്പുറത്തെ ഉപ്പാപ്പാനെ കുറിച്ചുള്ള മൗലിദിന്റെ കിതാബിൽ വരെ വളരെയേറെ മദഹെന്ന നിലക്ക് എഴുതി പിടിപ്പിച്ചു. പുരുഷന് ധരിക്കൽ ഹറാമായ പട്ടുവസ്ത്രം മമ്പുറത്തെ തങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു എന്ന് മൗലിദിൽ എഴുതി വിട്ടു. ഫജ്ർ നമസ്കാരത്തിന് പോലും പള്ളിയിൽ വരാതെ, ജുമുഅ ജമാഅത്തുകൾക്ക് പള്ളിയിൽ വരാതെ അതേ മമ്പുറത്തെ കടവിലങ്ങ് മുങ്ങിയിട്ട് അങ്ങതാ ഹറമിൽ പോയിട്ടാണ് നിസ്കാരം നിർവഹിച്ചിരുന്നത്. ഇശാക്ക് നിസ്കാരത്തിന് അവിടെ പോയി സുബഹി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചെത്തുക എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇസ്ലാമിന് അന്യമായ നിലക്കുള്ള സങ്കല്പങ്ങൾ, അബദ്ധമായ വിശ്വാസങ്ങൾ മഹാന്മാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അവർക്ക് സ്വർണ്ണ ചെയിന് ധരിക്കാം, അവർ നമസ്കരിക്കുന്നത് കണ്ടുകൊള്ളണമെന്നില്ല, അവർ നമസ്കരിക്കുന്നത് എപ്പോഴും ഹറമിലെ ഒന്നാം സഫിലാണ്, അതുപോലെ തന്നെ ഹറാമായ പലതും അവർ ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകമായ മർത്തബയാണ്, നമ്മൾ അവരെ കുറിച്ച് വിമർശിക്കാൻ പാടില്ല തുടങ്ങി ഒട്ടേറെ നിലക്കുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. ഇതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ തകരാറാണ്. നബിയും സഹാബത്തും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പിടിവള്ളിയിൽ നിന്ന് പിടുത്തമങ്ങ് വിട്ടപ്പോൾ ഈ സമുദായത്തിലേക്ക് ചേക്കേറിയ അന്ധവിശ്വാസങ്ങളാണിവയെല്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിനുള്ള ചില വകുപ്പുകളാക്കിക്കൊണ്ട് പരിവർത്തിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിലെ പുണ്യകർമ്മമായ സ്വലാത്ത് അഥവാ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്ന പുണ്യകർമ്മം
അതിന്നൊരു വൻ വ്യവസായമായി കൊണ്ടിന്ന് പരിണമിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ പിടുങ്ങുവാനും കോടികൾ പിരിച്ചെടുക്കുവാനും ഒരു സ്വലാത്ത് നഗർ തുടങ്ങാൻ എന്താണ് വഴിയെന്ന് സമസ്തയുടെ ഇരു കക്ഷികളും ആലോചിക്കുന്ന അവസ്ഥയോളം എത്തിപ്പോയി. ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും കൂലിയുണ്ട് എന്നവരെ എഴുതിവിട്ടു. ജനങ്ങളിൽ നിന്ന് ഭൗതികമായി പണപ്പിരിവ് നടത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയും സ്വലാത്ത് ചൊല്ലിയാൽ കൂലിയുണ്ട് എന്നവരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടു. അങ്ങനെ സ്വലാത്ത് നഗറുകൾ ഒരുപാട് പെരുകി വന്നു. ആ സ്വലാത്ത് നഗറുകളിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകപ്പെട്ടു സ്ത്രീകളെ. ഏതാണ് ഈ സ്ത്രീ ഭാഗം? അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ഒരു പെണ്ണ് പോയാൽ ഹറാമിന്റെ ഫത്വ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന പുരോഹിതന്മാരുടെ സദസ്സുകളിലേക്ക് അതാ രാപ്പകൽ വ്യത്യാസമില്ലാതെ, പാതിര വ്യത്യാസമില്ലാതെ, പുലരുവോളം ഉറക്കമിളച്ചുകൊണ്ടാണെങ്കിലും ഇസ്ലാമിന്റെ വേഷം പോലും പ്രശ്നമാക്കാതെ നേരം പുലരുവോളം ദർഗകളിലും മഖാമുകളിലും സ്വലാത്ത് നഗറുകളിലും അതാ അവർ പുറപ്പെടുന്നു. കാരണം അവരിൽ നിന്നും വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? സമസ്തയുടെ ഇരു വിഭാഗത്തിനും അഭിപ്രായം ചോദിച്ചാൽ രണ്ടു വിഭാഗവും ഒരുപക്ഷെ ചിലപ്പോ ജനങ്ങളോട് പറയും, വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യത്തിനും പെണ്ണ് പുറത്തിറങ്ങിക്കൂടാ. അതുകൊണ്ട് സ്വലാത്ത് നഗറിലേക്ക് ഏത് ഗ്രൂപ്പുകാരുടെ സ്വലാത്ത് നഗറിലേക്കാണെങ്കിലും പോകാൻ പാടില്ല എന്നിവർ പറയും, എന്നിവർ ജനങ്ങളോട് പറയും. എന്നാൽ അവരുടെ സ്വലാത്ത് നഗറുകളിലേക്ക് കൂലം കുത്തി ഒഴുക്കാണ് ആര്? സ്ത്രീകൾ. നേരം പുലരുവോളും പാതിരക്കും എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ ഒരു പ്രത്യേകമായ ഒഴുക്ക് തന്നെ ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇതിനൊക്കെ എവിടെയാണ് സനദുള്ളത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ ജുമാ ഖുത്ബ പ്രാദേശിക ഭാഷയിൽ നടത്തിക്കഴിഞ്ഞാൽ അതാ വരുന്ന ഫത്വ ഹറാമിന്റെ ഫത്വയാണ് വരുന്നത്. ജുമാ ഖുത്ബ അന്യഭാഷയിൽ പാടില്ല, അറബിയിലല്ലാതെ പറ്റില്ല. സ്ത്രീകൾക്ക് പള്ളികളിൽ നമസ്കാരത്തിന് സൗകര്യം ഏർപ്പെടുത്തിയാൽ അതാ വരുന്നു വിരുദ്ധൻ ഫത്വ, പാടില്ല, ഹറാമാണ്. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് അവര് പറയും, ലോകത്തിന്റെ ഒരു ഭാഗത്തും ഇങ്ങനെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബയില്ല, സ്ത്രീകൾ ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുക്കുന്നില്ല എന്നവര് പറയും. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ലോകരാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളോട് ഇന്നത് പരത്തി പറയണോ? ഏത് രാജ്യത്തായി ഇന്ന് ഖുത്ബയുടെ പ്രാദേശികമായ ഭാഷയിൽ ഖുത്ബകളില്ലാത്തത്? അറബിയല്ലാത്ത ഭാഷകളിൽ തന്നെ ഖുത്ബ നിർവഹിക്കാത്ത ഏത് നാടാണുള്ളത്? മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ പലപ്പോഴും ഞങ്ങളുടെ രാജ്യങ്ങളാണെന്ന് മേനി പറയുന്നവരാണ് സമസ്തക്കാർ. മലേഷ്യ എന്ന് പറയുന്നത് അവിടെയുള്ള മദ്ഹബ് ഷാഫി മദ്ഹബുകാരാണെന്നും അവിടെയുള്ള തരീക്കത്ത് ഞങ്ങളുടെ കേരളീയ തരീക്കത്ത് പോലെ അശ്ശരി തരീക്കത്താണെന്നും മദ്ഹബിലും ഫിഖ്ഹിലും ഞങ്ങളെപ്പോലെ ഷാഫികളാണവരെന്നും ഊറ്റം നടിച്ചുകൊണ്ട് ധാരാളം പണപ്പിരിവിന് വേണ്ടി ഇരു സമസ്തയുടെ ആളുകളും മലേഷ്യയിലേക്ക് വണ്ടി കയറാറുണ്ട്, പ്ലെയിൻ കയറാറുണ്ട്. എന്താ മലേഷ്യയിലെ സ്ഥിതി? മലേഷ്യയിലെ സ്ഥിതി എന്താ? എല്ലാ പള്ളികളിലും അവിടെ ഖുത്ബ നിർവഹിക്കപ്പെടുന്നത്, എല്ലാ പള്ളികളിലും ഖുത്ബ നിർവഹിക്കപ്പെടുന്നത് അറബിയിലാണോ? അല്ല, മലായി ഭാഷ, മലേഷ്യക്കാരുടെ ഭാഷയായ മലായി ഭാഷയിലാണ് മലേഷ്യയിൽ ജുമാ ഖുത്ബ നടക്കുന്നത് മുഴുവനും. മാത്രമല്ല, ഇന്ന് മുജാഹിദുകളുടെ പള്ളികളിൽ നോക്കി പരിഹസിക്കുന്ന ആളുകളില്ലേ? മുജാഹിദുകളുടെ പള്ളികളിലതാ ഒരു കർട്ടൻ കൊണ്ട് തിരിച്ചിട്ടുണ്ടാകും, ഫാമിലി റൂമുണ്ട്. സ്ത്രീകൾക്കുള്ള നമസ്കാര സൗകര്യത്തെ പരിഹസിക്കുന്ന കക്ഷികളില്ലേ? അതേപോലെ തന്നെ 5 നേരവും ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളികളാണ് മലേഷ്യയിലെ ഈ ഷാഫികളുടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവരോട് ഇനി അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവിടെ പോയവരോടൊന്ന് അന്വേഷിച്ചു നോക്കൂ, അവിടെ ജുമാ ഖുത്ബ ഏത് ഭാഷയിലാണ്? സ്ത്രീകൾ എല്ലാ വഖത്തിനും പള്ളിയിൽ വരാറുണ്ടോ? ഇതുപോലെ എത്രയെത്ര വിഷയങ്ങളുണ്ട് സഹോദരന്മാരെ. ഓരോന്നിലേക്കും പരത്തി പറയാൻ എനിക്ക് സമയമില്ല. ജനാസ കൊണ്ടുപോകുമ്പോൾ അതാ ഉച്ചത്തിൽ ദിക്റ് ചൊല്ലുന്നു. ജനാസ നമസ്കാരത്തിന് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ത്രീകൾ മയ്യത്ത് നമസ്കാരത്തിന് തയ്യാറായാൽ തന്നെയും ആ സ്ത്രീകളെ അതിൽ നിന്ന് തടയുന്നു. പെണ്ണ് മയ്യത്ത് നമസ്കരിച്ചുകൂടാ എന്ന പ്രത്യേകമായ ഫത്വ വരുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ പേരിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട്, ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് ധാരാളക്കണക്കിന് ആളുകളുടെ പേരിലേക്ക് ഇലാഹദറത്തി എന്ന് പറഞ്ഞുകൊണ്ട്
മരണപ്പെട്ടു പോയ ഒട്ടേറെ പരേതാത്മാക്കളുടെ പേരിലേക്ക് ആ ഫാത്തിഹയുടെ കൂലി ഹദിയ ചെയ്യുന്നു. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഞാനിവിടെ എണ്ണിപ്പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇവക്കൊക്കെ എന്താണ് സനദുള്ളത്? മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും നിലക്കൊണ്ട മാർഗമെന്ന് പറയുമ്പോൾ ആ നബിതങ്ങളിലേക്ക് സ്വഹാബിമാര് മുഖേന എത്തിച്ചേരുന്ന കണ്ണിമുറിയാത്ത, കളവ് പറയുന്നവരില്ലാത്ത കൃത്യമായ നിലക്കുള്ള പരമ്പരയോടുകൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? മുടിക്ക് മാത്രം മതിയോ സനത്? അതേ തൊട്ടപ്പുറത്തുള്ള വട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ ആളുകൾ അവര് സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, കാന്തപുരം വിഭാഗത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുടിക്ക് സനതെവിടെ? നബിതങ്ങളിലേക്ക് എത്തുന്ന കുറ്റമറ്റ സനതെവിടെ? പരമ്പര എവിടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ ഈ മുടിനാരിഴകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് ഉറപ്പ് വരണമെങ്കിൽ അവിടേക്ക് എത്തുന്ന സനദ് പറയൂ, അതിന്റെ കൃത്യമായ രേഖ പറയൂ. ആ സനദിൽ ഒരു കള്ളന്മാരും കളവ് പറയുന്നവരും സത്യസന്ധരല്ലാത്തവരും ഉണ്ടാകാത്ത നിലക്ക് കണ്ണിമുറിയാത്ത പരമ്പര പറയൂ എന്ന നാടിനീളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ EK സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാര് ചോദിച്ചു നടന്നു. ഈ രണ്ട് കൂട്ടരോടും നമുക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടല്ലോ, ഇതാണ് ഇസ്ലാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ഇസ്ലാം എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, വാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാനിവിടെ എണ്ണി പറഞ്ഞതും അല്ലാത്തതുമായ കാര്യങ്ങൾ, ഇവക്കൊക്കെ കുറ്റമറ്റ പരമ്പര എവിടെ? നബിതങ്ങളിലേക്ക് എത്തുന്ന സനദെവിടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു ജാറവും ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ലല്ലോ. ഒരു ജാറവും കെട്ടി ഉയർത്തി അവക്ക് പടുത്തുകൊണ്ട് പെയിന്റടിച്ച് തുണി മൂടിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് നേർച്ചകളും കാണിക്കകളും സമർപ്പിച്ചിട്ട് അവക്ക് ചുറ്റും തവാഫ് നടത്തിയിട്ട് അവക്കിടെ കബറുകൾ സമീപത്ത് പോയിക്കൊണ്ട് ബലിയാടുകളെ ബലിയർപ്പിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കുള്ള സനദെവിടെ? ആയിരക്കണക്കിന് വിഷയങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാര് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ മുമ്പിൽ ഇതാണ് ജനങ്ങളെ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പറയണം നിങ്ങൾ സമൂഹത്തോട്. ഇവക്കൊക്കെ നബിതങ്ങളിലേക്ക് സ്വഹാബിമാര് മുഖേന എത്തുന്ന സനദെവിടെ? ഒരെണ്ണത്തിനും സനദ് കാണാൻ സാധ്യമല്ല. സ്വഹാബത്തോ നബിയോ റബ്ബിനോടല്ലാതെ തേടിയിട്ടില്ല, റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ജാറവും കെട്ടിപ്പടുത്തു ഉത്സവം നടത്തിയിട്ടില്ല, വിളക്ക് കത്തിച്ചിട്ടില്ല, മുത്തിയിട്ടില്ല, തടവിയിട്ടില്ല. മറിച്ച് ജാറം മുത്തലും മണക്കലും തടവലുമൊക്കെ മിന്നാദത്തിൽ യഹൂദി വന്നസാറ, യഹൂദി നസറാനികളുടെ സമ്പ്രദായമാകുന്നു. ഇത് പറയാത്ത കിതാബുകളുണ്ടോ? ഇതെഴുതി വെച്ചിട്ടില്ലാത്ത ഫിഖ്ഹി ഗ്രന്ഥങ്ങളുണ്ടോ? അതെ, ഈ നിലക്ക് എന്റെ സഹോദരങ്ങളെ, ഞാൻ ആ കാര്യം ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ആ മാനദണ്ഡം, ആ മാനദണ്ഡത്തിൽ നിന്ന് ഈ കക്ഷികൾ ഇതുപോലെയുള്ള ഒട്ടേറെ പിഴച്ച വിശ്വാസങ്ങളും ആചാരങ്ങളുമായിക്കൊണ്ട് തൗഹീദിൽ മായം കലർത്തിക്കൊണ്ട് ഇസ്ലാമിതാ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയുകയും ആ ഇസ്ലാമിനെ വട്ടപൂജ്യമാകുന്ന ഒരവസ്ഥയിൽ ഇസ്ലാം അവരുടെ കൈകളിൽ നിന്ന് ചോർന്നു പോവുകയും ചെയ്തപ്പോൾ രണ്ടാമതാ മറ്റൊരു കക്ഷി, സമ്പൂർണ്ണ ഇസ്ലാം ഞങ്ങളുടെ കയ്യിലാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന മറ്റൊരു കക്ഷി, അവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവകാശവാദത്തിന് ഒട്ടും കമ്മിയില്ല. മുജാഹിദുകളോടും കേരളത്തിലെ മുസ്ലിമീങ്ങളോടും അവര് ആണയിട്ട് പറയും, ഓ കേരളീയ സമൂഹമേ, നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം കേവലം ചില പൂജപ്പാട്ടുകളും കേവലം ചില വണക്കങ്ങളും മാത്രമാണ്. സമ്പൂർണമായ നിലക്കുള്ള മതം നിങ്ങളുടെ കയ്യിലില്ല. സമ്പൂർണ്ണ മതം ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ്.
ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കക്ഷി അവര് സമൂഹത്തിന്റെ മുമ്പിൽ അവർ അവകാശപ്പെടുന്നു, ഞങ്ങളുടെ കയ്യിലാണ് ഇസ്ലാം ഉള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഞങ്ങളുടെ കയ്യിലാണ്. സമ്പൂർണമായ നിലക്ക് കൊണ്ട് നടക്കുന്നവർ ഞങ്ങൾ മാത്രമാണ്. മാത്രല്ല, സാധാരണ ജമാഅത്തുകാര് മുജാഹിദുകളെ കുറിച്ചൊരു പരാതിയുണ്ട്. എന്താ? മുജാഹിദുകൾ എല്ലാരെയും കാഫിറാക്കാണ്, മുശ്രിക്കാക്കാണ്, അവർക്കതാണ് പണി. എന്നാ നിങ്ങൾ പഠിച്ചോ, മൗദൂദികളാണ് കേരള മുസ്ലിമീങ്ങളെ മൊത്തം മുശ്രിക്കും കാഫിറുമാക്കിയത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിലതാ 1940കളിൽ അതേ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളിലും പിൽക്കാലത്തുണ്ടായ രാഷ്ട്രീയമായ ഒരുപാട് കൂട്ടുകെട്ടുകളും സഖ്യങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളും വോട്ടിങ്ങും സ്ഥാനാർത്ഥികളെ നിർത്തലും അതുപോലെ തന്നെ ജയാപരാജയങ്ങളുമൊക്കെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രീയമായ രംഗത്തിനൊന്ന് മുഖം തിരിഞ്ഞു നിൽക്കാതെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമികമായ രാജ്യമല്ലല്ലോ, ഇവിടെ മതേതര രാജ്യമാണ്. ഒരുപാട് മതക്കാരി ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള പാർലമെന്റുകളിലും നിയമസഭകളിലും അതേ മുസ്ലിമീങ്ങൾക്ക് പ്രാതിനിധ്യം കഴിയുന്നത്ര ഉണ്ടായാലേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള നിലക്കുള്ള ആനുകൂല്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ പറ്റൂ എന്ന നിലക്ക് ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് യുദ്ധം നടക്കുമ്പോൾ, ബാലറ്റ് യുദ്ധം നടക്കുമ്പോൾ സമ്മതിദാനാവകാശം എന്ന് പറയുന്ന വോട്ട് ചെയ്യാനുള്ള അവകാശം അതെല്ലാ മുസ്ലിമീങ്ങളും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് കഴിയുന്നത്ര നല്ലവരായ സ്ഥാനാർത്ഥികളെ നോക്കി നിർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടാനുള്ള അവകാശങ്ങളെ നേടിയെടുക്കുന്നതിൽ കണ്ണി ചേരണം എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ കേരളീയ ജനങ്ങളോട് പറഞ്ഞപ്പോൾ കേരളത്തിലതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓതിക്കൊണ്ട് ഒരു അപശബ്ദം പുറപ്പെടുവിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാതിരിക്കലോ സ്ഥാനാർത്ഥിയെ നിർത്തലോ നിർത്താതിരിക്കലോ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമുക്കതൊന്നൊരു പ്രശ്നമില്ല. ആർക്കും പാർട്ടി ഉണ്ടാക്കാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, ജയിക്കാം, തോൽക്കാം, മന്ത്രിയാവാം, MLA ആവാം, MP ആകാം, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം ഓതിക്കൊണ്ട് പാർട്ടി ഉണ്ടാക്കുന്നു, പാർട്ടിയെ എതിർക്കുന്നു, വോട്ട് ചെയ്യുന്നു, ചെയ്യാതിരിക്കുന്നു, സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, നിർത്താതിരിക്കുന്നു, മൂല്യം കണക്കാക്കുന്നു, മൂല്യം ഇല്ല എന്ന് പറയുന്നു. എല്ലാത്തിന്റെയും മാനദണ്ഡം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വോട്ട് ചെയ്യാൻ പോയ നമ്മുടെ ഉമ്മപെങ്ങന്മാര്, നമ്മുടെ കാരണവന്മാര് LP സ്കൂളുകളുടെയും UP സ്കൂളുകളുടെയും മുമ്പിൽ വടിയും കുത്തി കൂനിപ്പിടിച്ച് നിന്ന നമ്മുടെ ഉമ്മപെങ്ങന്മാരുടെ ഒരുപാട് നീണ്ട നിര, ആ നിരയെ നോക്കിക്കൊണ്ട് ജമാഅത്തുകാരൻ പറഞ്ഞു, എല്ലാവരും ശിർക്കിലേക്ക് പോകുന്നു, എല്ലാവരും കുഫ്ർ ചെയ്യാൻ പോകുന്നു. ആരാ സമൂഹത്തെ മുശ്രിക്കാക്കിയത്? ആരാണ് കാഫിറും മുശ്രിക്കും അല്ലാത്തവരെ നോക്കിയിട്ടതാ ശിർക്കൻ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രശ്നം. മാ അന അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എന്ന് പറയുന്ന മാനദണ്ഡത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ അബുൽ അല മൗദൂദി സാഹിബിന്റെ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്ത ചില പ്രത്യേകമായ സിദ്ധാന്തങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശമങ്ങ് അട്ടിമറിക്കപ്പെട്ടു. എന്താണ് അവർ സമൂഹത്തിന്റെ മുമ്പാകെ എഴുതിയത്? നമ്മൾ മനസ്സിലാക്കണം. തൗഹീദിനെതിരാണെന്ന് പറഞ്ഞത് എന്താണ്? ആധുനിക ലോകത്ത് തൗഹീദിനെതിരെ ഉയർന്നു വന്ന അതിശക്തമായ വെല്ലുവിളികളിൽ ഒന്നാണ് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾ കാണുന്ന സിദ്ധാന്തം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനവും അത് തന്നെ. ജമാഅത്തെ ഇസ്ലാമി എഴുതിയതാ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കുറച്ച് വിഷയം മനസ്സിലാകുമ്പോ ജമാഅത്തുകാരെപ്പോഴും സാഹിത്യത്തിൽ കൂടിയാണ് വിഷം കലർത്തുക. അപ്പൊ ആ സാഹിത്യം ഒന്നുകൂടി മനസ്സിലാക്കി ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവണം. എന്താ ഈ പറയുന്നത്, എന്താണ് ആ പറഞ്ഞത് എന്നൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകാതെ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. തൗഹീദിനെതിരാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഭരണഘടന. അതിന്റെ അടിസ്ഥാനവും
കാരണം എന്താ? ഇവിടെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ്. ഈ രൂപത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്ക് വകവെച്ചു കൊടുത്ത് ഇവിടെയുള്ള ഭരണകൂടത്തെ താഗൂത്തെന്ന് വിളിച്ച് ആ ഭരണകൂടത്തിന് അനുകൂലിക്കുന്ന വോട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ശിർക്കും കുഫറുമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മുസൽമാൻ ഒരു നിലക്കും ഇവിടുത്തെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒന്നിനോടും മതേതരത്വത്തോടും ജനാധിപത്യത്തോടും ഒരു നിലക്കും അനുഭാവം പുലർത്തിക്കൂടാ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചയാളാണ് അബുൽ അല മൗദൂദി സാഹിബ്. അവിടെയാണ് പ്രശ്നം. ഇതാണ് ഇസ്ലാം എന്നതാണ് നമ്മുടെ വിഷയം കേട്ടോ. ജമാഅത്തുകാരുടെ കയ്യിലുള്ള ഇസ്ലാം ഇസ്ലാമാണോ? ജമാഅത്തുകാരന്റെ കൊണ്ട് നടക്കുന്ന ഇസ്ലാം ഇസ്ലാമാണോ? അതാണ് ചിന്തിക്കേണ്ടത്. കേട്ടോളൂ, അബുൽ അല മൗദൂദി സാഹിബ് പറഞ്ഞു, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. എന്റെ വാക്കല്ല, മൗദൂദി സാഹിബിന്റെ വാക്കാണ്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം അഥവാ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള നമ്മുടെ ഈ സെറ്റപ്പ്, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങളുടെ ഇസ്ലാമിന് വിരുദ്ധമാണ്. മുസ്ലിമിന് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. മുഅ്മിനിന് അതുമായി അനുഭാവം പുലർത്താൻ കഴിയൂല. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാൽപന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനിനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. ഖുർആനിനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും അതിന്റെ മുമ്പിൽ തലകുനിക്കുന്നത്. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ചോളണം. തൊട്ടടുത്തല്ലേ ശാന്തപുരം കോളേജ്, തൊട്ടടുത്തല്ലേ ഇസ്ലാമിയ കോളേജ്, അവര് കേൾക്കുന്നുണ്ടാകുമല്ലോ. ശരിക്കും കേട്ടോ, നിങ്ങളതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. എന്ത്? ഇന്ത്യ രാജ്യത്തുള്ള ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലോ നടത്തിപ്പിലോ ഒക്കെ പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. അള്ളാഹ്ക്കെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ, അതിന്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥിതിയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. ഇസ്ലാമും ഇതുമായി തുറന്ന സമരത്തിലാണ്. അതിന്റെ മൗലിക തത്വങ്ങളും ഇതിന്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിന്റെ ഓരോ ഘടകവും ഇതിന്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധത്തിലാണ്. പ്രസ്തുത വ്യവസ്ഥയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ശുദ്ധ ശിർക്കാണ്, ശുദ്ധ കുഫറാണ്. ജനാധിപത്യം, മതേതരത്വം, അതിന്റെ സ്ഥാപനങ്ങൾ, അതിന്റെ പരീക്ഷ എഴുതൽ, സർക്കാരിന്റെ ജോലി ചെയ്യൽ ശുദ്ധമായ ശിർക്കാണ്. ഇസ്ലാമുമായി യോജിക്കുന്ന ഒറ്റ പോയിന്റും ഈ നിലക്കുള്ള ആധുനിക മതേതര ദേശീയ ജനാധിപത്യ സംവിധാനത്തിൽ ഇല്ലേ ഇല്ല. ഇത് നിങ്ങൾ കൊണ്ടു നടന്നാൽ നിങ്ങൾ ഖുർആനിനെ വലിച്ചെറിയലായിരിക്കും. അതിനോട് അനുഭാവം പുലർത്തിയാൽ റസൂലുള്ളാഹിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയായിരിക്കും. അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെ രാജ്യദ്രോഹ കൊടി പിടിക്കലായിരിക്കും. അത് നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണെന്ന് അബുൽ അല മൗദൂദി സാഹിബ് പ്രസ്താവിച്ചു. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കണം, എവിടെ എത്തി ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇപ്പൊ എന്താ പണി? മുജാഹിദുകളുടെ അടുക്കളയിലേക്ക് നോക്കുകയാണ്. എന്താ അവിടുന്ന് വല്ലതും കിട്ടുമോ എന്നിട്ട് എഴുതുകയാണ്. മുജാഹിദുകളൊക്കെ ആകെ മാറി. മുജാഹിദുകൾക്ക് കുറച്ചൊക്കെ പണ്ടൊക്കെ ഒരു വീര്യം ഉണ്ടായിരുന്നു. അതെന്താ? അവർക്ക് ഇത്തിരി ഒരു നവോത്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥിതികതയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പ്രബോധനത്തിലൂടെ കവർ സ്റ്റോറിയായി വെണ്ടക്ക നിരത്തിയപ്പോൾ, ഓ നിഷ്പക്ഷരായ ജമാഅത്ത് സഹോദര, ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആലോചിക്ക്. സ്വന്തം ആചാര്യനായ അബുൽ അല മൗദൂദി സാഹിബ് ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ മതേതര ദേശീയ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ അടുത്തല്ലേ നിങ്ങൾ പാർട്ടി രൂപീകരിച്ചത്? വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ
ഒരു പാർട്ടി രൂപീകരിച്ചില്ലേ? എന്താണ് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിധി? നിങ്ങൾ സമൂഹത്തോട് പറയേണ്ടതാണ്. നിങ്ങൾ സമൂഹത്തോട് പറയണം. കാരണം എന്താ? നിങ്ങൾ എന്തിനാ പാർട്ടി ഉണ്ടാക്കിയത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, സ്ഥാനാർത്ഥിയെ നിർത്താൻ, അതുപോലെ തന്നെ വിജയം വരിക്കാൻ, ചുമരെഴുത്ത് നടത്താൻ, അതിന്റെ സ്ഥാപനങ്ങളിൽ പോയി പങ്കാളിയാവാൻ, ഭരണം നടത്താൻ, MLA ആകാൻ, MP ആവാൻ, രാജ്യസഭാ മെമ്പറാവാൻ, പഞ്ചായത്ത് മെമ്പറാവാൻ, LD ക്ലർക്ക് തസ്തികയിലെത്താൻ, അറബി അധ്യാപകനാവാൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവാൻ, കോളേജ് ലെക്ചറാവാൻ അല്ലേ? അവകാശങ്ങൾ നേടിയെടുക്കാനല്ലേ പാർട്ടി സ്ഥാപിച്ചത്? ഈ പാർട്ടി സ്ഥാപിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പറഞ്ഞ അതേ ഒരവസ്ഥയിൽ ഇപ്പോൾ എന്ത് എത്തിപ്പെട്ടു? തൗഹീദിന് വിരുദ്ധം എന്ന് പറഞ്ഞതാണ് സർക്കാരിന്റെ ജോലി. സർക്കാർ ജോലിയിലുള്ള എല്ലാവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേഗം അതിൽ നിന്ന് രാജിവെച്ചൊഴിയണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. ജമാഅത്തുകാർക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നത് എന്താണ്? അതേ, സാക്ഷ്യ നിർവഹണത്തിന് ശേഷം എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ചൊല്ലിയിട്ടാണ് ജമാഅത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഷഹാദത്ത് കലിമ അങ്ങ് ചൊല്ലിയതിന്റെ ശേഷം ജമാഅത്തിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധപൂർവം വരുത്തി തീർക്കേണ്ട മാറ്റങ്ങൾ ഇതാ താഴെ വിവരിക്കുന്നവയാണ്. ജമാഅത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നാം വായിക്കുന്നത് വകുപ്പ് 5. 5ാമത്തെ വകുപ്പ് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയ ഒരു ജമാഅത്തുകാരൻ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇനി അവർ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വയം ആധിപത്യം വാദിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം. അതൊക്കെ രാജിവെക്കണം. എന്ത്? ഭരണകൂടത്തിന്റെ തലവനോ പ്രസിഡന്റോ ഗവർണറോ മന്ത്രിയോ ജഡ്ജിയോ ആണെങ്കിൽ അവൻ ആ സ്ഥാനം രാജിവെക്കണം. തീർന്നില്ല. വകുപ്പ് 6. 6ാം വകുപ്പ് എന്താ? അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. MLA ആണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ അതാണ് ഇവിടുത്തെ മർമ്മം. അത് ശരിക്കും ശ്രദ്ധിച്ചോ? അതാ ഇവിടുത്തെ മർമ്മം. നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കാനുള്ള മർമ്മം ഈ പറയാൻ പോകുന്നതാ. ഇവരെന്തിനും കാരണം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. ഈ അവൻ നിയമനിർമ്മാണ സഭയിലെ അംഗമാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കണം. എന്തുകൊണ്ടെന്നാൽ കേട്ടോ, വിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും അടിസ്ഥാനവും പ്രമാണവുമായി സ്വീകരിക്കാത്ത യാതൊരു സമിതിക്കും ഇസ്ലാമിക ദൃഷ്ട്യാ മനുഷ്യ ജീവിതത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശമേ ഇല്ല. അത്തരം സഭയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജോലിയുമല്ല. എന്താണ് പറഞ്ഞത്? MLA ആയിക്കൂടാ, മത്സരിച്ചുകൂടാ, MLA സ്ഥാനം രാജിവെക്കണം. എന്താ കാരണം? ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല അവിടുത്തെ ഭരണം. നമ്മൾ അസംബ്ലിയിൽ ഭരിക്കുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല. അതുകൊണ്ട് അവിടെ പോകരുത്, അവിടുത്തെ MLA ആവരുത്, അവിടുത്തെ സ്ഥാനം വഹിക്കരുത്. ഇതാണ് ജമാഅത്തുകാരൻ പറഞ്ഞ കാരണം. അവയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. വകുപ്പ് കേട്ടോ, തീർന്നിട്ടില്ല. 7ാമത്തെ വകുപ്പ്. അവന് ദൈവീകമല്ലാത്ത ഭരണത്തിൽ നിന്ന് വല്ല ബഹുമതിയോ സ്ഥാനപ്പേരോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കണം. വല്ല സർട്ടിഫിക്കറ്റോ അതുപോലെ തന്നെ മറ്റു വല്ല പദവിയോ ബഹുമതികളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. പ്രസ്തുത സ്ഥാനപ്പേരുകൾ തനിക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ പ്രത്യേകമായി നിർവഹിക്കേണ്ടി വരുന്ന എല്ലാ അനുസരണവും കൂറും ഭക്തിയും അവൻ ഉപേക്ഷിക്കണം. കണ്ടോ? ഈ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഷഹാദത്ത് കലിമ ചൊല്ലിയത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ മുസ്ലിം അല്ലാന്ന്. 2000 ചില്ലാനം മെമ്പർമാരെ നിർത്തിയിട്ട് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? ആയിരക്കണക്കിന് 1000 ചില്ലാനം ആളുകളെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ട് ഒരു റിവായത്ത് പ്രകാരം 8 ആള്, ഒരു റിപ്പോർട്ട് പ്രകാരം 9 ആളല്ലേ ജയിച്ചത്? 9 വാർഡ് മെമ്പർമാരാണുള്ളത്. എന്താ ഇവരുടെ വിധി? ജമാഅത്തുകാർ പറയണം. ജമാഅത്തുകാർ സാധാരണ ജനങ്ങളോട് പറയണം, നിങ്ങളുടെ ഭരണഘടന ആദ്യം വായിക്കുക. വായിച്ചിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവും സ്വീകരിച്ച് കുറച്ച് വോട്ടുകൾ നേടിയിട്ട് കേരളം എന്ന വലിയ സംസ്ഥാനത്തിലെ ആയിരക്കണക്കിന് വരുന്ന വാർഡുകളിൽ മത്സരിച്ചിട്ട് ഒരു 8 വാർഡിൽ ജയിച്ചല്ലോ.
ആ 8 വാർഡുകളിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരുടെ ഹുക്ം എന്താണ്? അവരുടെ ഷഹാദത്ത് കലിമ ശരിയായോ? അവരുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റി പറയണ്ടേ? അവരുടെ സത്യസാക്ഷ്യത്തിന്റെ വചനം പറഞ്ഞത് ശരിയായോ? ഇല്ല, ശരിയായിട്ടില്ല. മാത്രമല്ല, ഇനിയും കേട്ടോ, ഭരണഘടന പറയുന്നത് കേട്ടോ, ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉടനടി പ്രത്യക്ഷപ്പെട്ട് കാണാത്തയാളെ സംബന്ധിച്ച് അയാൾക്ക് സാക്ഷ്യവാക്യം ഉച്ചരിച്ചതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ലെന്നാണ് കരുതപ്പെടുക. ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ ഈ സ്ഥാനമൊന്നും രാജിവെക്കണില്ലെങ്കിൽ അയാളെ പറ്റി എന്താ കരുതപ്പെടേണ്ടത്? അയാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചത് ആത്മാർത്ഥമായിട്ടല്ല, വെറുതെ ചൊല്ലിയതാണ്. അയാളെ ഷഹാദത്ത് കലിമയൊന്നും ശരിയായിട്ടില്ല. അങ്ങനെയുള്ളവരെ ജമാഅത്തിൽ ചേർക്കുകയില്ല. ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രബോധനത്തിലെ പുസ്തകം 1 ലക്കം 11 പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ എഴുതിയിട്ടുള്ള ജമാഅത്തിന്റെ ഭരണഘടനയാണ്. മനസ്സിലാക്കണം. എവിടെ പോയി? ഇപ്പൊ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതോടുകൂടി ഷഹാദത്ത് കലിമ ഉച്ചരിച്ച ജമാഅത്തുകാരൻ ഇസ്ലാമികേതര സർക്കാരിൽ ഭാഗഭാക്കാവുകയോ അതിന്റെ നിയമസഭയിൽ അംഗമാവുകയോ ചെയ്യുന്നതോടെ അവൻ ജമാഅത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ടാണ് പുറത്തേക്ക് പോകും. അല്ലേ? എന്തിനാ പാർട്ടി രൂപീകരിച്ചത്? എന്തിനാ സ്ഥാനാർത്ഥി നിൽക്കുന്നത്? വെറുതെയാ? MLA ആവാൻ, MP ആകാൻ, പഞ്ചായത്ത് മെമ്പറാവാൻ, പലയിടത്തും സ്ഥാനം കിട്ടാൻ. ഭരണഘടന പറയുന്നതോ അവൻ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തുപോയി. ഷഹാദത്ത് കലിമ ചൊല്ലിയത് വെറുതെയായി. ആത്മാർത്ഥതയില്ലാത്ത ഷഹാദത്ത് കലിമ ചൊല്ലനാണ് അത്തരം ജമാഅത്തുകാരുടേത്. അവരെ പാർട്ടിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്നതാണ്. അവന്റെ ജമാഅത്തിന്റെ തൗഹീദ് ഇതാണ്. ജമാഅത്ത് തൗഹീദ് വെള്ളത്തിലാകുന്ന കോലമാണിത്. മാത്രല്ല, ഇന്ന് അതിൽ ഏറ്റവും വലിയൊരു തമാശ നിങ്ങൾ കേൾക്കണം. ഇങ്ങനെയൊക്കെ സർക്കാർ ജോലികളിൽ നിന്ന്, ഈ രൂപത്തിലുള്ള ആധുനിക മതേതര ജനാധിപത്യ ദേശീയത്തിന്റെ പ്രത്യേകമായ വകുപ്പുകളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെറിയണം എന്ന് ജനങ്ങളോട് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ കരണം അറിയാണ്. ശരിക്കും പഠിച്ചു വെച്ചോ. മുജാഹിദുകളുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറയാണ്, നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണെന്ന്. വെണ്ടക്ക നിരത്തുന്ന ജമാഅത്ത് സഹോദര, പാർട്ടിയുടെ ആചാര്യൻ എഴുതിവെച്ച, പാർട്ടിയുടെ ആചാര്യൻ സമൂഹത്തോട് പറഞ്ഞ, നിങ്ങൾ സമൂഹത്തോടൊരു കാലഘട്ടത്തിൽ പ്രബോധനത്തിന്റെ താളുകളിലൂടെ വിശദീകരിച്ച ഭരണഘടനയുടെ വകുപ്പുകളൊക്കെ നിങ്ങളുടെ മുഖത്തു നോക്കി കൃത്യമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ 2011 ജൂലൈ 2 പ്രബോധനത്തിൽ എന്താ വന്നത്? ഇന്ത്യ രാജ്യത്ത് നിന്ന് സർക്കാരിന്റെ ജോലി കഴിയുന്നത്ര മുസ്ലിമീങ്ങൾ മേടിക്കണം എന്നാണ്. ഇപ്പൊ അവിടേക്ക് എത്തി. മുസ്ലിമീങ്ങളോടത് പാടില്ല, അത് നിങ്ങളുടെ ഈമാനിന് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്, രാജ്യദ്രോഹ കൊടി ഉയർത്തലാണ്, അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, ഖുർആനിനെ വലിച്ചെറിയലാണ്, റസൂലുള്ളാഹിനോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞ ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജമാഅത്ത് നെട്ടോട്ടത്തിലാണ്. പ്രബോധനം എഴുതുന്ന വരികളൊന്ന് കേട്ടോളൂ, ശാന്തമായി കേട്ടോളൂ. 10,000 വരുമാനം ലഭിക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലിയേക്കാൾ പലതുകൊണ്ടും മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ് സർക്കാർ ജോലി. ആരാ എഴുതുന്നത്? ജമാഅത്തുകാരൻ. 10,000 വരുമാനം ലഭിക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലിയേക്കാൾ പലതുകൊണ്ടും മെച്ചപ്പെട്ട് നിൽക്കുന്നതാണ് സർക്കാർ ജോലി. ബഹുജന ബന്ധത്തിലൂടെ ജനസേവനത്തിന്റെയും അധികാരത്തിന്റേതുമായ വലിയൊരു ലോകം അത് തുറന്നു തരുന്നു. ഉദ്യോഗസ്ഥ തലങ്ങളിലെ അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും സ്വജനപക്ഷപാതിത്വത്തെയും വലിയ വായിൽ വിമർശിച്ചതുകൊണ്ട് മാത്രമായില്ല, അത്തരം ന്യൂനതകൾക്ക് വിധേയപ്പെടാത്ത സമുദായത്തിൽ നിന്നുള്ളവരെ പ്രസ്തുത തലങ്ങളിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ ചുമതലയാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ ബാധ്യതയുമാണത്. എന്ത്? സർക്കാർ ജോലിയിലേക്ക് മുസ്ലിമീങ്ങളെ ധാരാളമായി തിരികെ കയറ്റൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ചുമതലയാണ് എന്നിടത്തേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയത്. എന്താണ് ഈ പാർട്ടിക്ക് പേര് കൊടുക്കേണ്ടത്? മുമ്പ് പറഞ്ഞതൊന്ന് വേറെ, നേരെ ഘടകവിരുദ്ധമെന്ന് വേറെ. നമ്മൾ മനസ്സിലാക്കണം. ഈ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന് അവിടെ പഠിച്ചു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അനുഭവം പങ്കുവെച്ചിട്ടില്ലേ? ഓ അബ്ദുള്ള സാഹിബ് അത് പങ്കുവെച്ചു. ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയണ്, അന്ന് പരീക്ഷക്ക് കഠിനമായ വിലക്കേർപ്പെടുത്തിയ സ്ഥാപനം ഇന്ന് 1ലധികം യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ സെന്ററാണ്. ശാന്തപുരത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ പരീക്ഷ എഴുതൽ ഹറാമായിരുന്നു. പരീക്ഷ എഴുതാൻ പോകാൻ പാടില്ലായിരുന്നു. അവിടെ പഠിക്കുന്നത് ഗവൺമെന്റ് ജോലി നേടാനായിരിക്കരുത്. ഗവൺമെന്റിന്റെ ഒരു പരീക്ഷ എഴുതാൻ പാടില്ലായിരുന്നു. അങ്ങനത്തെ ശാന്തപുരത്തിൽ നിന്ന്
സർക്കാർ നടത്തുന്ന ഒട്ടേറെ പരീക്ഷ എഴുതുന്ന സെന്ററായി ശാന്തപുരം ഇസ്ലാമിയ കോളേജ് മാറിക്കഴിഞ്ഞു. പറയൂ ജമാഅത്ത് സഹോദര, എവിടെ നിന്ന് എവിടേക്കാണ് കൂപ്പുകുത്തിപ്പോയത്? തീർന്നില്ല. എത്ര കർശനമായിരുന്നു ശാന്തപുരത്തെ നിയമം. ഓ അബ്ദുള്ള സാഹിബ് പറയുന്നുണ്ട്, വിലക്കുകളൊക്കെ ലംഘിച്ചിട്ട് കുറെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോയി എന്നാണ്. ശാന്തപുരത്ത് പഠിക്കുന്ന കുട്ടികളോട് KC അബ്ദുള്ള മൗലവി പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് നിങ്ങൾ സർക്കാരിന്റെ പരീക്ഷ ഒന്നും എഴുതാൻ പോകാൻ പാടില്ല. കർശനമായിട്ടും അത് വിലക്കിയിരുന്നു. ആ വിലക്കൊക്കെ ലംഘിച്ച് ചില കുട്ടികള് തലയിൽ മുണ്ടിട്ട് പ്രിൻസിപ്പൽ അറിയാതെ ഉസ്താദുമാരറിയാതെ പുറത്തുപോയി ഗവൺമെന്റിന്റെ പരീക്ഷ എഴുതിയ വിവരം അറിഞ്ഞപ്പോ KC അബ്ദുള്ള മൗലവി ഈ കുട്ടികളെ വിളിച്ച് ചൂടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ KC അബ്ദുള്ള മൗലവി കുട്ടികളെ വിളിച്ചു പറഞ്ഞു ശാസിച്ച രൂപം ഓ അബ്ദുള്ള സാഹിബ് പറയുകയാണ്, സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നവരെ. നിങ്ങൾ പറയണം, KC ഉപയോഗിച്ച വാക്ക് കേൾക്കണോ? എന്താ KC കുട്ടികളോട് പറഞ്ഞത്? ശാന്തപുരത്ത് നിന്ന് ഊണ് കഴിച്ച് പരീക്ഷ എഴുതുന്നവർ, ശാന്തപുരത്തെ ഉപ്പും ചോറും തിന്ന് പരീക്ഷ എഴുതുന്നവർ അമേധ്യമാണ് ഭുജിക്കുന്നത്. എന്താ ജമാഅത്തുകാരനോട് പറഞ്ഞു തരണോ അമേധ്യത്തിന്റെ മഅന? അമേധ്യത്തിന്റെ അർത്ഥം ഞാൻ ഇവിടുന്ന് വിശദീകരിക്കണോ? വേണ്ട. ശാന്തപുരത്ത് നിന്ന് ഊണ് കഴിച്ച് ചുളുവിൽ പോയി പരീക്ഷ എഴുതുന്നവൻ തിന്നുന്നത് അമേധ്യമാണ് എന്ന് KC അബ്ദുള്ള മൗലവി അന്നത്തെ വിദ്യാർത്ഥികളോട് ശാസിക്കുകയുണ്ടായി എന്ന് ഓ അബ്ദുള്ള തന്റെ ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന പുസ്തകത്തിന്റെ പേജ് 71 എഴുതി വിട്ടിട്ടുണ്ട്. മനസ്സിലാക്കണം, ജമാഅത്തുകാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ യഥാർത്ഥമായ പിടുത്തത്തിൽ നിന്നങ്ങ് വിട്ടപ്പോഴുണ്ടായ വ്യതിയാനം അവരുടെ കയ്യിൽ ഇസ്ലാമില്ല. ഇപ്പൊ അവസാനം എന്തായി? മൗദൂദ് സാഹിബ് പറഞ്ഞ എല്ലാ തത്വത്തൊന്നും ജമാഅത്തുകാർ പോയി. മൗദൂദ് സാഹിബ് പറഞ്ഞതൊക്കെ ബുക്കുകളിലുണ്ട്, ഖുതുബാത്തിലുണ്ട്, സിയാസി കശ്മകശിലുണ്ട്, എല്ലാ തർജുമാനുൽ ഖുർആനിലുണ്ട്, തഫ്ഹീമിലുണ്ട്, പലയിടത്തുമുണ്ട്. പക്ഷേ ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യമുനകൾക്ക് മുമ്പിൽ ജമാഅത്തിന്റെ ഇപ്പോഴത്തെ അമീർ ആരിഫ് അലി ഉത്തരം മുട്ടിയപ്പോൾ അതേ തേജസ് ദിനപത്രത്തിൽ ഒരു റിപ്പോർട്ട് കാണാം. തേജസ് പത്രം എഴുതുകയാണ് ഒരു റിപ്പോർട്ട്. കണ്ണൂർ എന്നുള്ള റിപ്പോർട്ടാ. എന്താ കണ്ണൂർ എന്നുള്ള റിപ്പോർട്ട്? സ്ഥാപക നേതാവ് മൗലാന മൗദൂദിയുടെ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമി പ്രാവർത്തികമാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്നും കേരള അമീർ ടി ആരിഫ് അലി. പ്രവാചകനും വിശുദ്ധ ഖുർആനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം. മൗദൂദി ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ ആശയങ്ങളെക്കാൾ പ്രാധാന്യം ഖുർആനിനാണ്. ജനാധിപത്യത്തിലാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിലാണ്. ഏതാ ജനാധിപത്യം? മൗദൂദ് സാഹിബ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇസ്ലാമിന് ഘടകവിരുദ്ധം, നിങ്ങളുടെ ഈമാനിന് ഘടകവിരുദ്ധം, നിങ്ങളെ കൊടി പിടിച്ച രാജ്യദ്രോഹക്കൊടി, അള്ളാഹ്ക്കെതിരെ റസൂലുള്ളാഹിക്കെതിരെ വഞ്ചന, നിങ്ങൾ ഇസ്ലാമിനും ഈമാനിനും നിങ്ങൾ തിരിച്ചു കുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ആ ജനാധിപത്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ഇവറ്റക്കൈന് ഒരിക്കൽ പറഞ്ഞത് പിന്നെ ഓർമ്മല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും പറയാൻ തുടങ്ങി. മുമ്പെന്താ പറഞ്ഞത്? മൗദൂദിയെ മരിച്ചിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ആദർശം അമരമാണ്, അതിന് നിത്യസത്യത്തിന്റെ ചൈതന്യമുണ്ട്. മൗദൂദ് സാഹിബ് മരിച്ചുപോയെങ്കിലും അദ്ദേഹം പഠിപ്പിച്ചതൊക്കെ 100% സത്യമാണ്. നിത്യസത്യത്തിന്റെ ചൈതന്യമുണ്ട്, അമരത്വമുണ്ട് മൗദൂദ് സാഹിബിന്റെ ആശയങ്ങൾക്ക് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ അവസരത്തിൽ ആദർശത്തെ മുഴുവനും തള്ളിക്കളയുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും പ്രധാനമായി സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാതയിൽ നിന്നാണ് വിട്ടുപോവുകയാണ്. നബിയുടെയും സഹാബത്തിന്റെയും പാതയിൽ നിന്ന് വിട്ടുപോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താ കാരണം. ഈ എല്ലാ കക്ഷികളും ആരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പിഴച്ച കക്ഷികളൊക്കെ സഹാബത്തിന് തള്ളും. ലോക ചരിത്രം അതാണ്. മുഅ്തസിലത്തിനെ പരിശോധിച്ചോളൂ, ഖവാരിജ് എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ, ഷിയാക്കൾ എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ, ജഹ്മിയത്ത് എന്ന് പറയുന്ന വിഘടിത കക്ഷിയെ പരിശോധിച്ചോളൂ. ഏത് വിഘടിത കക്ഷികൾ ഇസ്ലാമിക ലോകത്ത് ഉത്ഭവം ചെയ്തിട്ടുണ്ടോ എല്ലാവരും സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തിനാത്? അതെന്റെ മുസ്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകം മനസ്സുവെക്കണം. എന്തിനാ ഈ സ്വഹാബത്തിനെ തള്ളുന്നത്? സ്വഹാബത്തിനെ തള്ളുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയോ?
ഖുർആൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ ജനം കേൾക്കൂല. ഹദീസ് ശരിയല്ല, ഞങ്ങൾ ഹദീസൊന്നും അംഗീകരിക്കൂല, ഹദീസൊക്കെ കളവാണ് എന്ന് പറഞ്ഞാലും ആളെ കിട്ടൂല. അപ്പൊ ഹദീസ് നിഷേധിക്കണം എന്ന് മനസ്സിലിരിപ്പുള്ള ഏത് കക്ഷികൾക്കും അവരുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്താണ്? ഹദീസുകളൊക്കെ നമുക്ക് നിവേദനം ചെയ്തു തന്നത് ആരാണ്? മഹാന്മാരായ സ്വഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഹദീസുകളൊക്കെ കേട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് ആരാണ്? സ്വഹാബിമാരാണ്. ഈ സ്വഹാബത്ത് കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ ഹദീസ് തള്ളാൻ വളരെ എളുപ്പമായി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹദീസ് തള്ളാനുള്ള എളുപ്പ വഴി എന്താണ്? ഹദീസ് ആദ്യമായി കേട്ട സ്വഹാബത്തിനെ മോശക്കാരാക്കുക, സ്വഹാബത്തിനെ തള്ളുക, അവരെ സ്വജനപക്ഷവാദികളാക്കുക, അവരെ മോശക്കാരാക്കുക. എന്നാൽ അവരുദ്ധരിച്ച ഹദീസുകളെയൊക്കെ തള്ളാമല്ലോ. അങ്ങനെയാണ് ചേകന്നൂർ മൗലവി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പിടികൂടിയത്. ചേകന്നൂർ മൗലവിക്ക് ഏറ്റവും വലിയ വെറുപ്പ് ആരോടായിരുന്നു? സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് മറ്റു സ്വഹാബികളെ അപേക്ഷിച്ച് ധാരാളക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തി മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ മഹാനെ അങ്ങ് കള്ളനാക്കിയാൽ സർവ്വ ഹദീസുകളെയും തള്ളിക്കളയാമെന്നാണ് ലോക ഹദീസ് നിഷേധികളുടെ കേരളീയ നേതാവായ ചേകനൂർ മൗലവി വിചാരിച്ചു പോയത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനാക്കി. അങ്ങനെ അവിടുന്ന് തുടക്കം കുറിച്ച ചേകനൂരികൾ തുടക്കം കുറിച്ചു വെച്ച ആശയം അത് ഏറ്റുപിടിച്ചു ജമാഅത്തെ ഇസ്ലാമികാർ. മൗദൂദികൾ അവരും ഹദീസ് നിഷേധത്തിലാണുള്ളത്. അത് ഏറ്റുപിടിച്ചു മുജാഹിദിൽ നിന്ന് പുറത്തുപോയ മടമുറി ഭാഗത്തിന്റെ ആളുകൾ പലരും അത് ഏറ്റുപിടിച്ച് ചേകന്നൂരൊക്കെ അവരുടെ മുമ്പിൽ ഇപ്പോൾ നവോത്ഥാനത്തിന്റെ ശില്പിയാണ്. അങ്ങനെയാണല്ലോ. ഒരേ തൂവൽ പക്ഷികൾക്ക് വലിയ ആദരവാണ് ഇന്ന് ചേകന്നൂരിനോട്. പീഡിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകന്മാര് മുമ്പും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരിലെ ഒരു കണ്ണിയാണ് ചേകനൂർ മൗലവി എന്ന് മടവുറി ഭാഗത്തിന്റെ പത്രത്തിൽ അവരുടേതായ നേതാവ് എഴുതി പിടിപ്പിച്ചിട്ട് മാസങ്ങൾ അധികമായിട്ടില്ല. ചേകനൂരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി, നവോത്ഥാന നായകൻ പട്ടം കിട്ടി. എന്താ കാരണം? ഏറ്റവും വലിയ ഹദീസ് നിഷേധിയായ ചേകനൂർ, അയാള് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് നിഷേധം, ബുഖാരിയെ തള്ളൽ, മുസ്ലിമിനെ തള്ളൽ, അബൂ ഹുറൈറ ജൂതനാണെന്ന് പറയൽ, അതേ ഹദീസുകളെ മുഴുവനും അവരവരുടെ യുക്തിയുടെ മൂശയിലിട്ടുകൊണ്ട് അളന്ന് ഹദീസുകളെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഹദീസുകളോട് പരിഹാസ സ്വഭാവം കാണിക്കുന്ന സർവകക്ഷികളും എല്ലാവരും എന്ത് ചെയ്യുന്നു? സ്വഹാബത്തിനെ ഒന്ന് കൊച്ചാക്കാൻ നോക്കും. കാരണം സ്വഹാബത്തിനെ പിടിച്ചാലാണ് ഹദീസിനെ പെട്ടെന്നാണ് തള്ളാൻ പറ്റൂല. അതുകൊണ്ട് ആദ്യ സ്വഹാബിമാരാണ് മോശാക്കുക. നിങ്ങൾ നോക്കണം, മനസ്സിലാക്കണം. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകശാലയായ IPH പുറത്തിറക്കിയിട്ടുള്ള അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്ന അറബി പുസ്തകത്തിന്റെ മലയാള വിവർത്തനം ഇന്നും IPH ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം, ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞതിന് കണക്കുണ്ടോ സഹോദരന്മാരെ? കണക്കുണ്ടോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് കൊണ്ട് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതേ ശത്രുക്കളുടെ കരത്തിലുള്ള വാളുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് കഴുത്തിൽ ആഞ്ഞു വെട്ടിയിട്ട പരിശുദ്ധ ഖുർആനിലേക്ക് രക്തം ചീറ്റിത്തെറിപ്പിക്കപ്പെട്ടുകൊണ്ട് ഷഹീദായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇന്നും വിൽപ്പന നടത്തുന്ന പുസ്തകത്തിൽ കണക്കിന് വിമർശിച്ചിരിക്കുന്നു. ഒരു പക്ഷേ എല്ലാ ജമാഅത്തുകാരും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയാത്ത ജമാഅത്തുകാരുണ്ടെങ്കിലും ഒന്ന് വായിക്കാം. ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം വാങ്ങി വായിക്ക്. മലയാളത്തിലാ പറയുന്നത്. നിങ്ങൾ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ വായിക്കേണ്ട അറബിയിലാണെങ്കിൽ അതിന്റെ വിവർത്തനമായ ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകം വാങ്ങി വായിക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 3ാം ഖലീഫയായിട്ട് പോലും അംഗീകരിക്കാൻ ആ പുസ്തകം മനസ്സ് വെച്ചിട്ടില്ല. മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്നതെന്താ? നമ്മളൊക്കെ വിശ്വസിക്കുന്നതെന്താ? 4 ഖലീഫമാർക്ക് ഒരു തർത്തീബുണ്ട് നമുക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു,
അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 ഖലീഫമാരെ തർത്തീബിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കഴിഞ്ഞാൽ പിന്നെ അലിയാരുടെ ചരിത്രം മൂപ്പര് തുടങ്ങുന്നത്. കാരണം എന്താ? മൂപ്പര് അതേ അംഗീകരിക്കുന്നുള്ളൂ. അതിന്റെ ഇടക്കാലത്ത് വലിഞ്ഞു കയറി വന്ന ഒരു കാലഘട്ടം മാത്രമാണ് ഉസ്മാന്റെ കാലം എന്നിടത്തേക്കാണ് പോക്ക്. മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എന്തൊക്കെയുണ്ട്? സ്വജനപക്ഷവാദിയായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന പൊതുമുതലിൽ നിന്ന് ലക്ഷക്കണക്കിന് ദീനാറുകളാണ് സ്വന്തം മരുമകൻ എടുത്തുകൊടുത്തത്. ലക്ഷക്കണക്കിന് ദീനാറുകൾ സ്വന്തം മരുമകന് എടുത്തുകൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് സാമൂഹ്യനീതി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് ചോദ്യം ചെയ്യാൻ വന്നു അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, ഉസ്മാനെ, നിങ്ങൾ എന്താണ് പൊതുമുതലിൽ നിന്ന് ഇത്രയും വലിയ സംഖ്യ സ്വന്തക്കാരായ ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നത്? ഇത് അനീതിയല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കെന്താ? താക്കോല് താഴെയിട്ടോ. താക്കോല് മേശപ്പുറത്ത് വെച്ച് പണി നോക്ക്. ഈ രാജ്യത്തിന്റെ ഖജാൻജി പണിക്ക് എനിക്ക് വേറെ ആളെ കിട്ടുന്നു. ഇവിടുത്തെ ട്രഷറി വകുപ്പ് കൈകാര്യം ചെയ്യാൻ അബൂദറെ നിനക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും. താക്കോല് താഴെയിട്ടോ. താക്കോല് വെച്ച്